ഹായ് ഹലോ നമസ്കാരം. ഇന്നൊരു കിടിലൻ യാത്ര പോകുക കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 2 മണിയായി. അപ്പോൾ ഞങ്ങളിന്ന് മൂന്നാർക്കാണ് യാത്ര പോകുന്നത്. അപ്പോൾ മൂന്നാർ യാത്ര പോകുന്ന റൂട്ട് ഏതാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇടുക്കി ചെന്നിട്ട് കട്ടപ്പന എന്ന ഗ്യാപ്പ് റോഡിലാണ് മൂന്നാർക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രാവിലെ 3 മണിക്ക് തുടങ്ങിയ യാത്രയാണ്. ഇപ്പോൾ നല്ല ഇരുട്ടുള്ള സമയമാണ്. അപ്പോൾ നമ്മൾ ഇത്രയും രാവിലെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മൾ യാത്രയൊക്കെ ചെയ്ത് ഒരു നല്ല ഫ്രഷായിട്ട് ഒരു 8 മണി 9 മണിയൊക്കെ ആയിട്ട് മൂന്നാർ എത്തിയിട്ട് അവിടെയുള്ള ഭാഗങ്ങളൊക്കെ ആ ഒരു ടൈം മുതൽ കാണാനുള്ള കുറേ സമയം നമുക്ക് കിട്ടുമല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ ഈ ഒരു പാലച്ചോട് പിറവം, എറണാകുളം ജില്ലയിലെ പിറവത്ത് നിന്ന് യാത്ര തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു യാത്ര ഇങ്ങനെ പോകുമ്പോൾ തന്നെ രാത്രി പോകുന്നൊരു ഫീൽ അത് വേറൊരു ഫീലാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫീലും കൂടി വളരെയധികം ആസ്വദിച്ചുകൊണ്ടാണ് ഈ ഒരു യാത്ര നമ്മൾ ആരംഭിച്ച് ഇപ്പം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഇതാണ്: കൂത്താട്ടുകുളം, തൊടുപുഴ, മലങ്കര, മൂലമറ്റം, പിന്നെ കുളമാവ്, അങ്ങനെയാണ് നമ്മൾ കയറി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു തൊടുപുഴ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു ഭൂപ്രകൃതി, ഒരു കാടിൻ്റെ ഭൂപ്രകൃതിയാണ്. പിന്നെ നമ്മൾ ഈ ഒരു രാത്രിയിലുള്ള ആ ഒരു കാട്ടിൽ കൂടെയുള്ള യാത്ര അതൊരു പ്രത്യേക അനുഭവമാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഈ ഒരു യാത്ര ഒരു പ്രത്യേക അനുഭവമായിട്ട് വളരെയധികം ആസ്വദിച്ചാണ് അത് നമ്മൾ ഈ ഒരു 2 വീലറിൽ ഈ ഒരു ഭാഗത്തൂടെ ഇടയ്ക്കൊക്കെ നമ്മൾ ആ ഒരു ഏരിയയൊക്കെ നമുക്കറിയാം ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയയാണ്. പക്ഷേ ഇപ്പോൾ അധികമൊന്നും കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ആന ഇറങ്ങുന്നത് പോലെയൊന്നും കുളമാവ് ഏരിയയിൽ ഇപ്പോൾ ആനകളൊന്നും ഇറങ്ങുന്നില്ല. കാരണം ധാരാളം വാഹനങ്ങൾ ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്ന ഒരു റോഡാണ് കുളമാവ് വഴി നേരെ ഇടുക്കിയിലോട്ടുള്ള റോഡ്. അതുകൊണ്ട് തന്നെ ധാരാളം മൃഗങ്ങളൊന്നും ഇറങ്ങാത്തൊരു ടൈമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അധികം ഭയക്കാതെ, എന്നാലും ചില സമയങ്ങളിൽ ആനയൊക്കെ ഇറങ്ങുന്ന ഏരിയ കേട്ടോ ഈ കുളമാവിനും ഇടുക്കിക്കും ഇടയ്ക്കുള്ള ഈ കാട്. അപ്പോൾ അങ്ങനെ ഇന്ന് രാവിലെ മുതലേ ഉള്ള യാത്രയാണ്. അപ്പോൾ ഇപ്പോൾ വന്ന് നിൽക്കുന്നത് നവോദയ വിദ്യാലയം കുളമാവ്, അതിൻ്റെ ഫ്രണ്ടിലാട്ടോ. ഈ കാണുന്ന ബാക്കിലുള്ളതാണ് നവോദയ വിദ്യാലയം. അപ്പോൾ അതിൻ്റെ ഗ്രൗണ്ടാണ് ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ എന്ന് ഈ റൂട്ടിൽ വന്നാലും ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും. ഇവിടെ ഈ ഒരു സ്ഥലത്തുണ്ടല്ലോ, ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. അതൊരു പ്രത്യേക ഭംഗിയാണ് ഇവിടെയുള്ള ഈ ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടരുകയാണ്. ഇനി നെക്സ്റ്റ് കുളമാവ്, അതിനുശേഷം ഇടുക്കി ചെന്ന് ചായ കുടിക്കാമെന്ന് കരുതുന്നു.
അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇടുക്കി ടൗണിന് തൊട്ടിപ്പുറമുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കട്ടപ്പന റൂട്ടിലാണ് ഈ ഒരു പാലം. പുതിയ പാലമാണ്. നമുക്കറിയാം 2018 വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടം ഉണ്ടായ ഒരു ഏരിയയാണ്. അപ്പോൾ ഈ ഒരു ഏരിയ അതിന് പിന്നെയാണ് ഇവിടെ ഈ ഒരു പുതിയ പാലം പണിതേക്കുന്നത്. ഈ താഴെ കാണുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ, ആ പാലമാണ് പണ്ടത്തെ പാലം. ഇടുക്കി എത്താറായപ്പോൾ തന്നെ നല്ല മൂടൽമഞ്ഞായിരുന്നു കേട്ടോ. നമുക്കറിയാം ഡാമിലെ വെള്ളം ഇത്രയും അധികം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ എപ്പോഴും മൂടൽമഞ്ഞ് എപ്പോഴും ഉണ്ട്, പ്രത്യേകിച്ച് ഈ രാവിലെ സമയങ്ങളിലൊക്കെ. അപ്പോൾ എന്തായാലും ഈ ഒരു ഇടുക്കിയോട് വിട പറഞ്ഞ് നമ്മൾ നേരെ തങ്കമണി എന്നുള്ള ആ ഒരു ഏരിയയിലോട്ട് സ്ഥലത്തിലോട്ട് നമ്മൾ ചെല്ലുകയാണ്. അപ്പോൾ ആ തങ്കമണി എന്നുള്ള സ്ഥലത്തിൻ്റെ തൊട്ടപ്പുറമാണ് പ്രകാശ് എന്നുള്ള, നമുക്കറിയാം മഹേഷിൻ്റെ പ്രതികാരം എന്ന നമ്മുടെ ഫഹദ്വാസിൻ്റെ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു പ്രദേശം. അപ്പോൾ ആ ഒരു പ്രദേശത്തെ കൂടെ കേട്ടോ. എന്തായാലും നമ്മൾ ഈ ഒരു രാവിലെ നമ്മൾ പെട്ടെന്ന് മൂന്നാർ പോകുന്ന ഈ സമയം ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്നും നിൽക്കുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഇതിലൂടെ പാസ് ചെയ്ത് പോകുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രകാശ തങ്കമണി ഈ ഒരു ഏരിയയൊക്കെ ഭയങ്കര രസമാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഏരിയയാണ്. പക്ഷെ നമ്മളിവിടെ ഇറങ്ങുന്നുമില്ല, ഇവിടെ നിന്ന് നിൽക്കുന്ന കാണുകയൊന്നും ചെയ്യുന്നില്ല. നേരെ നമ്മൾ ഗ്യാപ്പ് റോഡ് ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നതേ ആനയിറങ്ങൽ ഡാം ആട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് പോലെ തന്നെ ഇവിടെ ഈ ഒരു ഏരിയയിൽ ഏറ്റവും കൂടുതൽ ആനകളൊക്കെ ഇറങ്ങുന്ന ഒരു ഏരിയയാണ്. ഇവിടെ ഈ വെള്ളം കുടിക്കാൻ വേണ്ടി, ഈ ഒരു ഡാമിലൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇടയ്ക്കൊക്കെ ആനക്കൂട്ടം വരുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കാണുന്ന കല്ല് പാകിയേക്കണില്ലേ, മണ്ണും കല്ലും കൊണ്ടുണ്ടാക്കിയ 1965 KCB നിർമ്മിച്ച ഒരു ഡാമാണ് ഈ കാണുന്ന ആനയിറങ്ങൽ ഡാം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാ ഈ കാണുന്ന പോലെ മറ്റ് ഡാമുകളിലൊക്കെ സെൻട്രലായിട്ടല്ല ഇതിൻ്റെ ഷട്ടർ വരുന്നത്. അപ്പോൾ ഈ ഒരു ഡാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഏറ്റവും ഒരു അറ്റത്തായിട്ട്, ഇതാ കാണുന്ന അറ്റത്തായിട്ടാണ് ഇതിൻ്റെ ഷട്ടർ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഈ ഒരു ഡാമിനുണ്ട്.
പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് പലപ്പോഴായിട്ട് നമ്മൾ ഈ ഒരു വാർത്തകളിലൊക്കെ കണ്ടിട്ടില്ല, ചക്കക്കൊമ്പൻ, അരിക്കൊമ്പൻ ആനകളൊക്കെ. ആ ഒരു ആനകളൊക്കെ ഉള്ള ഒരു ഏരിയയും കൂടെ ആട്ടോ ഇത്. അപ്പോൾ അതാ ഈ കാണുന്ന ആനയിറങ്ങൽ ഡാമിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മുടെ പൊന്മുടി ഉണ്ടല്ലോ, രാജാക്കാടിന് അപ്പുറമുള്ള പൊന്മുടി ഡാം, ആ ഡാമിലോട്ടാണ് ഇവിടെ നിന്നുള്ള വെള്ളം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത്. അപ്പോൾ ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ ഈ ഒരു ഡാമിൽ നിന്നും പൂർണ്ണമായിട്ട് ഈ കാണുന്ന വെള്ളമെല്ലാം വറ്റിച്ച് പൊന്മുടി ഡാമിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഈ ഒരു ഡാമിനുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നപ്പോഴേ ഇവിടുത്തെ ഒരു ചേട്ടനെ കണ്ടു. ഇവിടുത്തെ എസ്റ്റേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ സൂപ്പർവൈസറായിട്ട് ഇരിക്കുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടനോട് ചോദിച്ചപ്പോൾ ഇന്നലെ വൈകിട്ടൊക്കെ ആന ഇറങ്ങി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതാ കാണുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, നമ്മൾ ഇവിടെ വന്ന് ഈ ഒരു ഡാമിലോട്ട് വരുന്നതിൻ്റെ അപ്പുറമായിട്ട് കുറച്ചും കൂടെ നമ്മൾ മെയിൻ റോഡിൽ കൂടെ ചെന്ന് വലതുവശത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് ആ കാണുന്ന ഏരിയയിലെത്തും. അവിടെയാണ് നമ്മുടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ആരെങ്കിലും വരുവാണെങ്കിൽ ആ സൈഡിൽ വന്നു കഴിഞ്ഞാൽ ബോട്ടിങ് കയറാൻ പറ്റും. പിന്നെ ഈ ഒരു ഡാമിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സർക്കാർ ഒരു 50,000-ന് മുകളിൽ മീൻ കുഞ്ഞുങ്ങളെ ഇട്ട് മീൻ വളർത്തുന്ന ഒരു ഏരിയയും കൂടെ കേട്ടോ. അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ പൊന്മുടി ഡാമിലോട്ട് ഈ ഒരു വെള്ളം പൂർണ്ണമായിട്ട് വറ്റിക്കുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വറ്റിക്കുമെന്ന് പറയുന്ന സമയങ്ങളിൽ ഇവിടെ ധാരാളം പേര് വന്ന് മീൻ പിടിക്കുന്ന ഒരു ഏരിയയും കൂടെ കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രത്യേകതയുള്ള ഒരു ഡാമാണ് ആനയിറങ്ങൽ ഡാം. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഗ്യാപ്പ് റോഡ് വഴി, സൂര്യനെല്ലിക്ക് ഇപ്പുറമുള്ള ഗ്യാപ്പ് റോഡ് വഴി മൂന്നാർ പോവുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിൽ വ്ളോഗ്സിലും റീൽസിലൊക്കെ കണ്ട വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഗ്യാപ്പ് റോഡ്. നമ്മളതിൽ ധാരാളം പേര് ആ ഒരു വ്ളോഗ്സിൽ ഈ ഒരു ഗ്യാപ്പ് റോഡ് വഴി പോകുമ്പോഴുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, കുറേ സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങി നിൽക്കുന്നില്ല. വ്യൂ പോയിൻറ്റുകൾ 1-2 വ്യൂ പോയിൻറ്റുകൾ മാത്രം ഇറങ്ങി നിൽക്കുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഡാമുണ്ട്, ആ ഡാമിലും ജസ്റ്റ് ഒന്ന് ഇറങ്ങണം. അപ്പോൾ ഈ ഒരു പ്ലാനിങ്ങിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു വഴി കൂടെ പോകുന്നത്. ഈ ഒരു റൂട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുക, വളരെ മനോഹരമായിട്ടുള്ള ഈ സ്ഥലം കണ്ടുകൊണ്ട് ഇങ്ങനെ സഞ്ചരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ ഒരു സ്ഥലത്തെ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ സമയം 10 മണിയാട്ടോ. അപ്പോൾ 10 മണിക്ക് ഞങ്ങൾ ഈ ഒരു സ്ഥലത്തേക്കൂടെ പോകുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രദേശത്തെ കൂടെയുള്ള ഈ ഒരു യാത്ര ഉണ്ടല്ലോ, ഞങ്ങൾക്കൊരു വ്യത്യസ്തപരമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങി നിന്ന് കുറച്ച് ഇവിടെ നമുക്ക് റോഡിൻ്റെ അരികിലുള്ള കുറച്ച് കടകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് കിട്ടാവുന്ന ചെറിയ ചെറിയ രീതിയിലുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ കഴിച്ചു, ചെറിയ രീതിയിലുള്ള പാനീയങ്ങളൊക്കെ കുടിച്ചു. അപ്പോൾ ആ രീതിയിൽ നല്ല ആസ്വദിച്ചുകൊണ്ട് എല്ലാ രീതിയിലും ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ മൂന്നാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ മനോഹരമായിട്ടുള്ള ഈ ഒരു യാത്ര വലുതും ചെറുതുമായിട്ട് കുന്നുകൾക്കിടയിലൂടെ, അപ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു വഴി കൂടെ ഇങ്ങനെ പോകുമ്പോൾ മുമ്പിൽ എന്താണ് എങ്ങനെയുള്ള കാര്യങ്ങളാണെന്നൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ആ രീതിയിലുള്ള നല്ലൊരു റൂട്ടാണ് ഇത്. അപ്പോൾ അത്ര മനോഹരമാണ് ഈ ഒരു യാത്ര. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭൂരിഭാഗവും ഒരു 80% തേയിലത്തോട്ടാണ്. അപ്പോൾ ഈ തേയിലത്തോട്ടത്തിൽ പല രീതിയിലുള്ള ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലയങ്ങളുണ്ട്. ഈ ഒരു ഇവിടുത്തെ തൊഴിലാളികളുടെ ലയങ്ങളുണ്ട്, അല്ലാതെ ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ തനതായിട്ടുള്ള ആളുകളുടെ അവരുടെ വീടുകളായിരിക്കാം. അങ്ങനെയുള്ള പല രീതിയിലുള്ള കുറേ കോളനി പോലെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഇതൊക്കെ നമ്മൾ ഈ ഒരു റൂട്ടിലൂടെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു ഇവരെ താമസ സൗകര്യമാണെങ്കിലും അല്ലെങ്കിൽ ഇവർ താമസിക്കുന്ന സ്ഥലങ്ങളുടെ അടുത്തുള്ള മറ്റു രീതിയിലുള്ള കുന്ന് പ്രദേശങ്ങളൊക്കെ ആണെങ്കിലും. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം വളരെ വൃത്തിയായിട്ട് അധികം വേസ്റ്റുകളൊന്നും ഇല്ലാത്തൊരു പ്രദേശമായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അവിടെ ഇവിടങ്ങളൊക്കെ ആയിട്ട് ചെക്ക് ഡാമിൻ്റെ പല ഒരു വെള്ളം കെട്ടി നിൽക്കുന്ന ഏരിയകളുണ്ട്. ഇതിനായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന പല ഏരിയകളുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ടിരുന്ന ആ ഒരു ഡാമുണ്ടല്ലോ, ആ ഡാമിൻ്റെ പല ഭാഗങ്ങളായിരിക്കും ഈ ഒരു സ്ഥലങ്ങളെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലം ഒരു എല്ലാ രീതിയിലും നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കണ്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു തീരദേശം അല്ലെങ്കിൽ തെക്ക്, അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങൾ തിരുവനന്തപുരം അല്ലെങ്കിൽ ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ഈ ഏരിയയിൽ നിന്നൊക്കെ നമ്മൾ ഈ ഒരു വാഗമണ്ണ് അല്ലെങ്കിൽ കുട്ടിക്കാനൊക്കെ കണ്ടിട്ട് വീണ്ടും ഒന്ന് മൂന്നാറൊന്ന് പോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഈ ഒരു കട്ടപ്പനയൊക്കെ വന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് റോഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. വളരെ വ്യത്യസ്തപരമായിട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രാ അനുഭവമായിരിക്കും. വളരെ മനോഹരമായിട്ട് ഞാൻ എന്തുകൊണ്ടും പറയാം, വളരെ മനോഹരവും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രാ അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ മൂന്നാർക്ക് ഈ പലയിടങ്ങളിൽ നിന്നും വരുന്ന പല പ്രദേശത്തെ കൂടെ ഞാൻ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ് ഈ ഒരു ഗ്യാപ്പ് റോഡ് വഴി വന്നപ്പോൾ എനിക്ക് ഈ ഒരു യാത്രാനുഭവം കൊണ്ട് എനിക്ക് കിട്ടിയത്.